തങ്ങൾ ഒരു പിണഞ്ഞ ദുഃഖത്തിന്റെ പാതയിലെ സഞ്ചാരി. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ജീവിതം അത്രയും വേദനകൾ ഒരുമിച്ച് നൽകാറില്ല. പക്ഷേ അതൊന്നും തങ്ങളെ സങ്കടത്തിലേക്ക് കൊണ്ടുപോയില്ല. അതെ, ദുഃഖം തങ്ങളെ ദയയുടെ ഭാഷ പഠിപ്പിച്ചു. ദുഃഖം നബിയെ അനാഥരുടെ കണ്ണീരിന് പ്രതികരിക്കാൻ പഠിപ്പിച്ചു. ത്വായിഫ് എന്ന സ്ഥലത്ത് വല്ലാതെ അപമാനിച്ചവരുടെ കല്ലേറുകൾക്കിടയിൽ നബി അത്രയും രക്തം വാർന്നു നിൽക്കുമ്പോൾ പടച്ചോൻ ചോദിച്ചു, ഈ ജനതയെ ഞാൻ നശിപ്പിക്കട്ടെ? നബി മറുപടി പറഞ്ഞു, വേണ്ട, അവർ അറിയാതെ ചെയ്തു പോയി. ഞാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് നന്മയുടെ വഴി കാണാൻ കഴിയട്ടെ എന്നാണ്. ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ആത്മാവിന്റെ ശാന്തി കൊട്ടാരം അവർ വഫാത്തായപ്പോൾ അതൊരു വർഷം മുഴുവനായ ദുഃഖത്തിന്റെ കാലമായി. ആമുൽ ഹുസ്ൻ, ദുഃഖങ്ങളുടെ സംഹിതയായി ആ വർഷം അറിയപ്പെടും. എങ്കിലും അദ്ദേഹം ഉയർന്നു നിന്നു. ഒരിക്കലും മനസ്സ് നഷ്ടപ്പെടുത്താതെ